പ്രിയപ്പെട്ടവരെ, ഇനി നിങ്ങൾ ഒരു ബിസിനസ് മോഡലാണ് കേൾക്കാൻ പോകുന്നത്. അല്പം സമയദൈർഘ്യമുണ്ട്, എങ്കിലും നിങ്ങളൊന്ന് കേൾക്കണം. ഞാൻ കേട്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഒരു കള്ളൻ ഏറ്റവും മനോഹരമായി മനുഷ്യരെ പറ്റിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു വൈഭവം നിങ്ങൾക്കിതിൽ കാണാം. നമ്മളൊക്കെ ചോദിക്കൂലേ, മൻസൂർ എന്ന് പറഞ്ഞ ഒരുത്തൻ തൊപ്പിയും ഇട്ടുകൊണ്ട് വന്നപ്പോൾ എങ്ങനെയാണ് ഈ ആളുകൾ കാശ് കൊണ്ട് കൊടുത്തത് മുക്താദിർ എന്ന പേരിൽ അവൻ പരിപാടിയായിട്ട് നടന്നപ്പോൾ എന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന കാശ് എൻ്റെ കൈകളിൽ എത്തിക്കുക എന്ന് പറയുന്നതാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും ആയാസകരമായൊരു പണി. അത് ചെയ്യുന്നവൻ്റെ പേരാണ് കള്ളൻ, തട്ടിപ്പുകാരൻ അല്ലെങ്കിൽ അത്തരം ആളുകൾ എന്നൊക്കെ പറയുന്നത്. ആ കള്ളൻ്റെ തട്ടിപ്പുകാരൻ്റെ വൈഭവവും മിടുക്കും ഒന്ന് വേറെ തന്നെയാണ്. ഇപ്പം ഞാൻ വിശപ്പ് രഹിത കരുനാഗപ്പള്ളി എന്ന പേരിൽ ഒരു കുടുംബത്തെ സഹായിക്കാൻ ഒരു 10,000 രൂപ തരുമോ എന്ന് ചോദിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഒരിക്കൽ കൂടി ഇതിൽ കൊടുത്തേക്കാം. പക്ഷേ വളരെ കുറച്ച് പേരാണ് കണ്ടത്, അതിലും കുറച്ച് പേരാണ് സഹായിക്കാൻ തയ്യാറായത്. എന്നാൽ മുക്താദിർ മൻസൂർ ഒരു സ്ഥലത്തെത്തുമ്പോഴേക്കും ആളുകൾ ചീറിപ്പാഞ്ഞടുക്കുകയാണ്, അങ്ങോട്ട് നൽകാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ഈ മുക്താദിർ തട്ടിപ്പിൻ്റെ ഒരു ഘട്ടത്തിലൊക്കെ ഞാൻ അറിഞ്ഞത് ആളുകൾ എൻ്റെ കൂടി ഒന്ന് വാങ്ങൂ 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 മൻസൂറെ, എന്നാൽ ഇതും കൂടി കുടിക്കട്ടെ എന്ന് പറഞ്ഞാണ് ബഹളം വെച്ചത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് ചില ആളുകൾ അവരുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും എല്ലാം കാശെടുത്ത് കൊടുത്തു. മറ്റു ചില ആളുകൾ വാടക കിട്ടിക്കൊണ്ടിരുന്ന കെട്ടിടങ്ങളും സ്ഥലവും വിറ്റുകൊണ്ട് കൊടുത്തു. കാരണം മൻസൂർ ഇങ്ങനെ തെള്ളിത്തരുകയല്ലേ, അപ്പോൾ തെള്ളിത്തരുമ്പോൾ എങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കും? മൻസൂർ തെള്ളുന്നത് അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ടാണ് മൻസൂർ ഇതെല്ലാം തേച്ച് സ്ഥലം വിട്ടത്. ഇപ്പോൾ മൻസൂർ ആളുകളോട് ഒരു ബിസിനസ് മോഡൽ പറയുന്നുണ്ട്. ആ ബിസിനസ് മോഡൽ നിങ്ങളൊന്ന് കേട്ടിട്ട് നിങ്ങൾക്കതെന്ത് മനസ്സിലായി എന്നുള്ളത് ഒന്ന് എനിക്ക് പറഞ്ഞു തരണം. ഇത് ഊഞ്ഞാൽ മോഡലാണോ, അതോ മൂന്നാർ മോഡലാണോ, അതോ മറ്റേതെങ്കിലും മോഡലാണോ, ഊത്താമ്പെട്ടിയാണോ, അല്ലാത്തതാണോ എന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു. ദേ ബിസിനസ് മോഡൽ കേൾക്കാം. ഈ കടയുടെ അവകാശം കൊടുത്തുകൊണ്ട് ബിസിനസ്സിന് നമുക്ക് ഒരുമിച്ച് പങ്കുചേർന്ന് ബിസിനസ് ചെയ്ത് അതിന് ലാഭവിഹിതം എടുത്ത് പൈസ അത്യാവശ്യക്കാർ ഷെയർ വിറ്റ് പൈസ വാങ്ങാനുള്ള സൗകര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. മനസ്സിലായി. ഇതുവരെ ഇപ്പൊ അങ്ങനെ എത്ര പേര് ചേർന്നിട്ടുള്ളതിന്റെ കണക്ക് കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ? ഏകദേശം 200ഓളം പേരാണ് നമ്മൾ എഗ്രിമെന്റുകൾ കൊടുത്തു കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ കുറെ അതിനിടയ്ക്ക് നമുക്ക് ഒരാളെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഗുൽസാർ അഹമ്മദ് സേഡിനെ. അപ്പൊ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. എങ്കിലും വരും ദിവസങ്ങളിൽ ബാക്കിയുള്ളവരെ കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ മുഴുവൻ ആളുകളെയും പാർട്ണർഷിപ്പിൽ ചേർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കുറെ പേര് 10-50 പേരോ 500 പേരുടെ പരാതികൾ ഹൈക്കോടതിയിൽ നിൽപ്പുണ്ട്. അതിന് ഞങ്ങൾ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. 3 വർഷം കൊണ്ട് അവർക്ക് പൈസ സെറ്റിൽ ചെയ്യാമെന്ന് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. കോടതിയിൽ തീരുമാനത്തിന് വെച്ചിരിക്കുകയാണ്. ആ തീരുമാനത്തിനനുസരിച്ച് എല്ലാവരുടെ പൈസയും കൊടുക്കാനുള്ള ഒരു ഫോർമുല നമ്മൾ ചെയ്തു കഴിഞ്ഞു, സെറ്റിൽമെന്റ് ഫോർമുല. അത് പൈസ ആയിട്ട് വേണമെന്നുള്ളവർക്ക് പൈസ ആയിട്ട്, ഗോൾഡ് ആയിട്ട് വേണവർക്ക് ഗോൾഡ്, ഇല്ല പാർട്ണർഷിപ്പ് ആയിട്ടുള്ള പാർട്ണർഷിപ്പ്. എത്രയും പെട്ടെന്ന് ഈ പരിപാടി ഈ കൊടുക്കാനുള്ള പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. അല്ല ഇതിനെ ഇനി മനസ്സിലെത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം, മുക്തദിൽ ഇനി വരാനൊരു കേസില്ല. ദുനിയാവിലുള്ള സകല അതോറിറ്റികൾക്ക് ഇൻവെസ്റ്റിഗേറ്റ് 72 കോടി രൂപ കഴിഞ്ഞ വർഷം GST അടച്ച കമ്പനിയാണ്. കേരളത്തില് ഒരൊറ്റ ജ്വല്ലറി പോലും ഇതുപോലെ ബില്ല് എഴുതി വിറ്റിട്ടില്ല. ഞങ്ങൾ 100% ബില്ല് എഴുതി വിറ്റ കടയാണ്. ഞങ്ങൾക്കെതിരെ വരുന്ന അന്വേഷണങ്ങളുടെ പ്രധാന കാരണവും സോഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. അപ്പൊ അതിനെ ഞങ്ങൾ ശക്തിയുക്തം കോടതിയിൽ നേരിടും. അല്ല ഞങ്ങൾക്ക് ഇവരുടെ ആരുടെയും ഒരു മുൻവിധിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടിയോട് ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറല്ല. കോടതിയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കൊടുക്കാനുള്ള കാശിനുള്ള കരാറുകൾ ഞാൻ തന്നിട്ടുണ്ട്. ആ കരാറുകളുടെ അടിസ്ഥാനത്തിൽ എന്റെ അക്കൗണ്ടുകളെല്ലാം സ്റ്റിൽ മരവിപ്പിച്ചിരിക്കുകയാണ്. മുക്തന്റെ കേസ് നടക്കുകയാണ്, അതിന്റെ ക്ലിയറൻസിന് വേണ്ടി ഇരിക്കുകയാണ്. അത് ആ കോടതി വഴി നേരിട്ട് കൊണ്ട് അവർ പേയ്മെന്റുകൾ കൊടുക്കും. അല്ലാതെ അവരെ കരാർ ക്യാൻസൽ ചെയ്ത് അവരെ ഇതിൽ പാർട്ണറാക്കിക്കൊണ്ട് ഈ സ്ഥാപനം അതിശക്തമായ രീതിയിൽ തന്നെ ബിസിനസ് ചെയ്തുകൊണ്ട് 1 വർഷത്തിനകത്ത് ഞങ്ങളുടെ സകല കടവും തീർക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഞാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏവർക്ക് സഹകരിക്കാം. നിങ്ങളുടെ കടയാണ്, നിങ്ങൾ ഓരോരുത്തരുടെയും കടയാണ്. നിങ്ങൾ കടയിൽ മുഴുവൻ സമയം നിൽക്കാനും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഞാൻ കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ഞാൻ ചെയ്യും. നിങ്ങൾ എനിക്ക് കുറച്ച് സാവകാശം തരിക. കുറെ പേപ്പറുകൾ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. നമുക്ക് ഇന്ന് മുതൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 1 by 1 ആയിട്ട് ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നമ്മളെല്ലാം ക്ലിയർ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഇവിടെ ഇരുന്ന ഈ 15 പേര് 1 വർഷം കൊണ്ട് 10 മാസമായി. 10 മാസം കൊണ്ട് എന്തെങ്കിലും ഒരു പ്രതിഫലം നൽകി ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, മുഴുവൻ തുകയും ഞാൻ സെറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇന്ന് തന്നെ സെറ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ എഗ്രിമെന്റ് ചെയ്ത് പാർട്ണർഷിപ്പ് ആയിക്കൊണ്ട് മുഴുവൻ ഇന്നത്തെ സ്വർണ്ണ വില വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാൻ. പക്ഷേ ഈ പാർട്ണർഷിപ്പിൽ ചേരുന്നുണ്ടെങ്കിൽ അതിൽ ചേരുന്നുണ്ടെങ്കിൽ വീണ്ടും 1% നമ്മൾ വീണ്ടും അങ്ങോട്ട് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കാര്യത്തിൽ നിങ്ങളുടെ
കാര്യത്തിൽ ഇപ്പൊ എല്ലാം കൂടെ എത്ര എമൗണ്ട് വരുന്ന നോക്കിയിട്ട് അതിനൊരു പരിഹാരം ഞാൻ ചെയ്തു തരാം. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ സ്ഥാപനമാണ് എന്റെ. നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ഈ പ്രശ്നം പരിഹരിക്കാം. നമ്മൾ വിചാരിച്ച തീരാനായിട്ട് ഒരു പ്രശ്നം ഇവിടെ ഇല്ല. നിങ്ങൾ സഹകരിച്ച ഇൻഷാല്ലാ ഇതെല്ലാം നമുക്ക് ഇന്ന് തന്നെ തീർത്തെടുക്കാം. നിങ്ങൾ കാര്യങ്ങൾ ഇപ്പൊ അവിടെ ലബീബ് ഉണ്ട്, നവാസ് ഉസ്താദ് ഉണ്ട്, അവിടുത്തെ കാര്യങ്ങൾ എഴുതി കൊടുത്താൽ കരാർ വെച്ചിട്ട് നമ്മൾ ഇന്ന് തന്നെ അതിന് വേണ്ടി ചെയ്യാനായിട്ട് ഞാൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അതൊക്കെ നിങ്ങൾക്ക് നാളെ തന്നെ കിട്ടും. അതനുസരിച്ച് 500 രൂപ പത്രത്തിൽ എഗ്രിമെന്റ് ഞാൻ നോട്ടറി അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി തരാം. ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കരുത്. നിങ്ങളുടെ സ്ഥാപനം തന്നെ നിങ്ങൾ ഡെയിലി വന്ന് നോക്കി കടയിൽ വന്നിരിക്കും. നമുക്ക് ഒരുമിച്ച് കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ ഇവിടെ വേറൊരു ചോദ്യമുള്ളത് LLP ചേരാത്തവരുടെ പൈസ എങ്ങനെ കൊടുക്കും എന്നുള്ളതാണ്. ഇപ്പൊ അതിന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നമ്മളെ കടകളുടെ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുകയാണ്. ഇൻകം ടാക്സ്, ED, NI, ക്രൈം ബ്രാഞ്ച്, പോലീസ് ഇവരെല്ലാം കൂടെ നമുക്ക് ഇവരെല്ലാം NOC കിട്ടണം. അപ്പൊ നമ്മൾ കോടതി പറഞ്ഞിരിക്കുന്നത് ഒരു 36 ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്. 3 വർഷം കൊണ്ട്, ഒരു വർഷം 10 ലക്ഷം കൊടുക്കാനുള്ളവർക്ക് ഒരു 3 ലക്ഷം വെച്ചിട്ട് 3 വർഷമായിട്ട് കൊടുത്തു തീർക്കാന്ന്, അതിനൊരു ലാഭവിഹിതവും കൊടുക്കാന്നാണ് സമ്മതിച്ചിരിക്കുന്നത് കാശുകാർക്ക്. സ്വർണത്തിന് അതുപോലെ തന്നെ അതിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് 30% വെച്ച് കൊടുക്കാൻ നമ്മൾ അവിടെ അഫിഡവിറ്റ് കൊടുത്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ വലിയൊരു പ്രതീക്ഷ വെളിയുന്നുള്ളൊരു ദുബായിലുള്ള കമ്പനിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരു 6 മാസത്തിനകത്ത് വലിയ തുക വരെയാണെങ്കിൽ നമ്മൾ അതും ആ കരാറിൽ വെച്ചിരിക്കും. ക്ലിയർ ചെയ്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞു കൊടുക്കണമെന്നുള്ളവർക്ക് ആ ഓപ്ഷൻ നമ്മൾ കോടതി കൊടുത്തിട്ടുണ്ട്. നമ്മളാൽ ചെയ്യാൻ ഈ സാഹചര്യത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന 100% എല്ലാ ആസ്പെക്റ്റും ചെയ്തുകൊണ്ട് ഞാൻ കോടതിയിൽ അതിന്റെ അഫിഡവിറ്റ് കൊടുത്തിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ അതിനെതിരെ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കോടതി അംഗീകരിച്ചിട്ടുണ്ടോ? കസ്റ്റമറേക്കാളും കൂടുതൽ നമുക്ക് ഈ ശത്രുക്കളാണ് നമുക്ക് ഇതിലുള്ളത്. അതാണ് ഡിലേ ആവുന്നത്. സാർ, അത് ഈ കോടതി അംഗീകരിച്ചിട്ടുണ്ടോ? കോടതിയിൽ നമ്മൾ കൊടുത്തതിന് അതിനെതിരെ ഈ നമ്മളെ കുറെ കസ്റ്റമർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരാൾ ചെന്ന് അതിനെ ആർഗ്യൂ ചെയ്തിട്ടുണ്ട്. അത് പറ്റില്ല, ഇപ്പൊ വേണമെന്ന്. അപ്പൊ അതങ്ങനെ കൊടുക്കാൻ പറ്റും. ആർഗ്യുമെന്റ് നടക്കുകയാണ്. കോടതി അതിന്റെ എല്ലാ വശങ്ങളും നോക്കിയിട്ട് അതിനൊരു തീരുമാനം എടുക്കും. അപ്പൊ ഈ LLP ചേരാനായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ നാളെ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിന് എന്താണ് പിന്നെ ഒരു തടസ്സമുള്ളത്? LLP ചേർന്ന് കഴിഞ്ഞാൽ ഇതുവരെ ചേർന്നിട്ടുള്ളവർക്ക് ആർക്കെങ്കിലും പൈസ കൊടുത്തോ ഇതുവരെ? ഫോർ എക്സാമ്പിൾ നിങ്ങൾ 10 ലക്ഷം രൂപ സ്വർണ്ണം ബുക്ക് ചെയ്താൽ ഇന്നത്തെ സ്വർണ്ണം വില വെച്ച് ആ വെയിറ്റിന് നമ്മൾ സെറ്റിൽ ചെയ്ത് കരാർ തരുന്നത്. നിങ്ങൾക്ക് അത്രയും ഈ അൽ ഷക്കൂർ LLP നിങ്ങളെ പാർട്ണർ ആക്കുന്നു. എന്നിട്ട് നമ്മളൊരു 3 മാസം ശക്തമായിട്ട് ബിസിനസ് ചെയ്യണം. ഒരു ഈ മാസം നമ്മൾ 100 കിലോ ബിസിനസ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓരോ മാസവും നമ്മൾ എല്ലാ കടകളും തുറന്നുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് വേറെ ഒരു 2500 കോടി രൂപ ഇതിനിടയ്ക്ക് നമ്മൾ കൊണ്ടുവരും. ഒരു ജ്വല്ലറി ഗ്രൂപ്പുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിൽ നമുക്ക് ഈ പൈസ എല്ലാം വന്ന് പ്രോഫിറ്റുകൾ നൽകി. പക്ഷെ ഇവിടെ നമ്മളിപ്പോ ഇന്നിപ്പോ ഓപ്പൺ ചെയ്തു, ഇവിടെ സ്റ്റോക്ക് കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അല്ലാതെ എങ്ങനെ നിങ്ങൾക്ക് പൈസ കിട്ടും? നിങ്ങൾക്ക് എല്ലാം ഓരോ മാസം 3 മാസം കൂടുമ്പോഴേ നിങ്ങൾക്ക് ഇതിന്റെ ലാഭം കിട്ടും. 6 മാസത്തിനകത്ത് നിങ്ങൾക്ക് വേണ്ടാന്നുള്ളവർക്ക് നമുക്ക് വിറ്റെടുക്കാം. ഓക്കെ, അതിന് സ്റ്റോക്ക് ഇവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ് വേറൊരു ചോദ്യം. സ്റ്റോക്ക് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റോക്ക് ഫുൾ സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് ഓൺലൈനിൽ ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട്. ആര് ഓർഡർ തന്നാലും നമ്മൾ പൈസ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് കുറെ ഇന്ന് തുടങ്ങിയതേ ഉള്ളൂ. ഇതിന് GSTകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സാധനവും വരും. ഇൻഷാല്ലാ നമ്മൾ ആരെയും പറ്റിക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല. നമ്മൾ 100% നല്ല നീയത്തോടു കൂടിയാണ് നിൽക്കുന്നത്. 100% നമ്മൾ സാധനം കൊണ്ടുവന്ന് എല്ലാ കടകളും ഫുൾ സ്റ്റോക്ക് ഇട്ട് തന്നെ വരും ദിവസങ്ങൾ ബിസിനസ് ചെയ്യും. അതിനുള്ള പ്രവർത്തനം നമ്മൾ തുടങ്ങി കഴിഞ്ഞു നമ്മുടെ ഭാഗത്ത്. പിന്നെ ഈ ഷോപ്പിൽ ഇരിക്കുന്നില്ലേ, അവർ ഇനി മുതൽ ഇവിടെ തുടരണോ വേണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കടയായിട്ട് വന്ന് നോക്കണേനോ ഇരിക്കുന്നതിനോ ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഈ കടയുടെ കാര്യത്തിൽ മൊത്തം ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങളുടെ സ്വന്തം സ്ഥാപനം പോലെ വരിക, പോവുക, എപ്പോ വേണമെങ്കിലും ഇരിക്കാം, കടയിൽ ഇരിക്കാം, നോക്കാം, എല്ലാ സൗകര്യമുണ്ട്. ഞാൻ നിങ്ങളെ സൗകര്യം പോലെയാണ് കണ്ടിരിച്ചത്. ആ രീതിയിൽ നിങ്ങൾ എന്നോട് പെരുമാറുക, അത്രേ ഉള്ളൂ. നിങ്ങളുടെ സ്വന്തം സ്ഥാപനമാണ്. നമുക്ക് ഈ പൈസ തിരിച്ചു തരാനായിട്ട് നമ്മൾ എന്ത് സഹായം വേണമെങ്കിലും അങ്ങോട്ട് ചെയ്യാം. ഇനിയും ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, തരാൻ പറ്റുന്ന ഒരു സാഹചര്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ പരിഹാരം തീർച്ചയായിട്ടും തരും. മൻസൂർ ഭായ്, വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ ED ഇവിടെ സെർച്ച് ചെയ്തു, ഇതിന്റെ കണക്ക് കാര്യങ്ങളൊന്നും ഇതുവരെ ക്ലിയർ ആയിട്ടില്ല എന്നുള്ളതാണ്. 1 വർഷം 2 വർഷം ആയില്ലേ ഇപ്പൊ? 2 വർഷത്തെ കണക്ക് ഇവര് ചോദിച്ചിട്ടുണ്ട്. 18 മുതൽ 25 വരെ കണക്ക് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മളെ കടകൾ പകുതിയിൽ കൂടുതൽ അടഞ്ഞു കിടക്കുകയാണ്. പല രേഖകളും പല അതോറിറ്റികൾ എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ സാവകാശം ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കരസ്ഥമാക്കി വേണം കണക്ക് എഴുതി കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ അത് മാച്ച് ആവും. അപ്പൊ അത് അവരത് ചോദിച്ച ലെറ്ററുകൾ അതെല്ലാം അതാത് അതോറിറ്റികൾക്ക് നമുക്ക് വരുന്നതിന് നമ്മൾ മറുപടി നമ്മൾ ലീഗൽ ഡിപ്പാർട്ട്മെന്റും ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റും കൊടുത്തോണ്ടിരിപ്പുണ്ട്. അപ്പൊ അതിന്റെ വർക്ക് ഒരു സൈഡിൽ കൂടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇൻഷാല്ലാ അതെല്ലാം നമ്മൾ അഡ്രസ് ചെയ്യും. ചിലത് നമ്മൾ കോടതിയിൽ തന്നെ നേരിടും. കാര്യം 15 കോടി രൂപ TDSന് വേണ്ടി നമുക്ക് ഫൈനാൻസ് തന്നിട്ടുണ്ട്. നമ്മളിത് 10 കിലോക്ക് മേലെ ഗോൾഡ് എടുത്ത് പിടിച്ചു വെച്ചിട്ടുണ്ട്. അതിന് TDS ആണെങ്കിൽ കടയുടെ വാടകയും ഫർണിച്ചിങ്ങിനും അതെല്ലാം TDS കൊടുത്തു വന്ന ഒരു കടയാണ്. അപ്പൊ അത് മുൻവിധിയോടുകൂടി അതിനെ കോടതിയിൽ നേരിടണം. ഇനിയിപ്പോ ഇൻകം ടാക്സുകാർ ഒരു ഫൈൻ അടിക്കും, അതും നമ്മൾ കോടതിയിൽ നേരിടാനേ പറ്റുള്ളൂ. കാര്യം നമ്മൾ ആരും ചതിച്ചിട്ടില്ല. അപ്പൊ അവര് ഒരു മുൻവിധിയോടുകൂടി പലിശയാണ് മറ്റേതാണ്. അല്ല, ഇൻകം ടാക്സുകാർ ഫൈൻ അടിച്ചാൽ അത് കോടതിയിൽ നോക്കേണ്ട കാര്യമല്ലല്ലോ. അത് ആ ഫൈനൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാനല്ലേ ഉള്ളൂ.
ഇത് ഫൈൻ അങ്ങനെയല്ലല്ലോ അടിക്കുന്നത്. ഫൈൻ അടിക്കുന്നത് നമ്മൾ എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഫൈനാണ് അടിച്ചു തരുന്നത്. അപ്പൊ നമ്മൾ അത് കോടതി നേരിട്ട് അത് നിങ്ങൾ പറയാവണ്ട. അത് മുക്തറിന് നമുക്ക് കോടതിയിൽ നമുക്ക് തെളിവുകളുണ്ട്, നമ്മുടെ രേഖകളുണ്ട്. അത് കാണിച്ച് നമുക്ക് ഫേവറായിട്ട് കിട്ടും. ഇനി അത് കുറച്ച് സമയം എടുക്കും. അതിന് എത്രത്തോളം മൻസൂർ സാഹിബ് ഒരു കാര്യം ചോദിച്ചോട്ടെ മൻസൂർ സാഹിബേ, നിങ്ങളെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കണമെന്ന് നിങ്ങൾ പറയണേ. ഞങ്ങള് തിരക്കിയപ്പോ അക്കൗണ്ട് ഫ്രീസിങ് എല്ലാം നീക്കി 50 ലക്ഷം രൂപയ്ക്കകത്ത് അതിനകത്തുള്ളെന്ന്. കേരളത്തിൽ അങ്ങോളം ജനങ്ങൾക്ക് 50 ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ നോക്കുമോ? അല്ല, ഞാൻ പറഞ്ഞ മനസ്സിലാക്കി. അതായത് നമ്മളെ കട അടയ്ക്കും 5-6 കോടി രൂപ മേളിലുണ്ടായിരുന്നു അന്നത്തെ സെയിൽസിന്റെ കാര്യം. അതെല്ലാം ഇവര് ഇൻകം ടാക്സ് ആയിട്ട് പിടിച്ചു. ബാക്കി 50 ലക്ഷം പോലും തികച്ചതിനകത്ത് ഇല്ലാന്ന് ഞങ്ങൾ അറിഞ്ഞു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിനെ കാണേണ്ടത് അങ്ങനെയല്ല. നമുക്ക് ഇതിന്റെ സാമ്പത്തിക സഹായം വെളിയിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും. അക്കൗണ്ട് ഫ്രീസ് ആണ്, അതുകൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഓക്കെ. ഇതൊക്കെ നമ്മൾ അതിനെ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്താണ് ചെയ്യാനുള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞതാ. ഏത് വകുപ്പിനാണ് നമ്മളിനി എങ്ങനെയാണ് നീങ്ങാനുള്ളത്? ഹലോ മൻസൂർ ഭായ്, ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഹലോ, ഇതിപ്പോ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് കേസിന് പോവുക, ഒന്ന് LLPയിൽ പോവുക. ഇനി ഇത് രണ്ടിനും താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്. സെറ്റിൽമെന്റ് അങ്ങനെ ഒരു സംഭവം ഇതിലുണ്ടോ? അത് അതിന്റെ ഓപ്ഷൻ എന്താണെന്ന് ചോദിക്കട്ടെ. ഹലോ, ഇനി മ്യൂട്ടാക്കി വെച്ചേക്കാണ്. അവിടെ മ്യൂട്ടാണ്. അവിടെ എന്തോ ചർച്ച. അവിടെ വെള്ളം കുടിക്കണം, അല്ലാതെ വേറൊന്നും അല്ല. അയാൾ വെള്ളം കുടിച്ചു. തരാം സംസാരിച്ചോണ്ടി. ഒരു മിനിറ്റ് ഇത് ചെയ്യാം. അല്ല, അവിടെ മ്യൂട്ട് ചെയ്തേക്കാണ്. നമ്മൾ വെയിറ്റ് ചെയ്താ അവിടെ അൺമ്യൂട്ട് ആകുമ്പോ ഓക്കെ. കഴിയുമ്പോൾ കൊല്ലത്തുള്ള ആളുകളോട് സംസാരിക്കാൻ കൊടുക്കാം. നമുക്ക് എല്ലാവരും ഒരേപോലെ തന്നെ. നിങ്ങളെങ്കിൽ അവരെ വരാൻ പറയും. ഇങ്ങോട്ടിരിക്കാൻ പറയും. അങ്ങനെ കൊല്ലോ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും സംസാരിക്കും, സംശയങ്ങൾ ചോദിക്കാം. അതിന് കുഴപ്പമില്ല. നിങ്ങളെയൊക്കെ ഡൗട്ട്സുകൾ ചോദിക്കാം. അങ്ങനെയൊന്നുമില്ല. സുമിത് ബ്രോ ഇവിടെ നമുക്ക് പുള്ളി മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുക. ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഓപ്പൺ ആക്കാൻ ഹലോ. കേൾക്കാം. അതായത് നമ്മളിപ്പോ തീരുമാനിച്ചിരിക്കുന്നത് 2 ഓപ്ഷനാണ്. ഒന്ന്, നമുക്ക് പാർട്ണർ ആവുന്നവരെ ഉടനെ തന്നെ അവരെ സെറ്റ് ചെയ്ത് വിടാം. രണ്ടാമത്, ഈ കോടതിയിലെ വിധി ഉടനെ ആയ ഉടനെ നമുക്ക് ഒരു അഡ്വക്കേറ്റ് സംസാരിച്ചപ്പോ കോടതി വിധി വരുന്നതനുസരിച്ച് അങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ്. അല്ല, പാർട്ണറായ ഉടനെ എന്ന് പറഞ്ഞില്ലേ, അതാണ് അത് എങ്ങനെയാണെന്നാണ് ഡൗട്ട് ചോദിക്കുന്നത്. ഉടനെ എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ഈ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ തരാനുള്ളതിനെ സെറ്റിൽ ചെയ്യാണ്. സെറ്റ് ചെയ്ത് ആ തുകയ്ക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറ്റുകയാണ്. അങ്ങനെ അല്ല, നമ്മുടെ കയ്യിൽ ക്യാഷായിട്ട് കാശായിട്ട് തരത്തില്ല, എഗ്രിമെന്റ് ആയിട്ട് നിങ്ങളെ പാർട്ണർ ആക്കി വരും. ഓ, ശരി. പാർട്ണർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് മുതൽ ആ പൈസക്കുള്ള പ്രോഫിറ്റ് തരാൻ തുടങ്ങും. ബിസിനസ് ഇൻവെസ്റ്റർ ആക്കി തന്നെ മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഹലാലായ രീതിയിൽ അതിന്റെ ബിസിനസിന്റെ ലാഭം വീട് നിങ്ങൾക്ക് ഇൻഷാല്ലാ ബിസിനസ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിങ്ങൾ ചെയ്ത് ഇൻഷാല്ലാ നമ്മളെ നേരെ കൊണ്ടുവരും. നല്ല നിയത്തോടുകൂടിയാണ് ഞാൻ നിൽക്കുന്നത്. ഇന്നലെ ഞാൻ നോക്കിയിട്ട് ട്രസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ പല അതോറിറ്റികൾക്ക് ഒരു സൈഡിൽ നിന്ന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ ഈ കടയുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ എനിക്ക് ബിസിനസ് ഒരു കസ്റ്റമർ ഇപ്പൊ വരുന്നുണ്ട് സാധനം എടുക്കാനായിട്ട്. അപ്പൊ നിങ്ങളും കസ്റ്റമർ വന്ന് നമ്മളിപ്പോ ഇങ്ങനെയാണ് ഫോർമുല ചെയ്തിരിക്കുന്നത്. ഐറ്റംസ് നമ്മള് സപ്ലയറുമായിട്ടൊക്കെ സംസാരിച്ച് കസ്റ്റമേഴ്സിനെ കാണിച്ച് സെലക്ട് ചെയ്ത് അവർ ഓർഡർ അനുസരിച്ച് നമ്മൾ സാധനം എത്തിച്ചു കൊടുക്കും കടയിൽ. അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് മാസത്തിന് ചെയ്തിരിക്കുന്നത്. ഓരോ കസ്റ്റമർ പേയ്മെന്റ് തരുന്ന അനുസരിച്ചിട്ട്. അങ്ങനെ കുറച്ച് ദിവസം പോയതിനു ശേഷം നമ്മൾ കുറച്ച് വെളിയിലൊരു കസ്റ്റമറുമായിട്ട് പാർട്ടിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഈ പാർട്ണറായിട്ട് കടക്കി നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഇതെല്ലാം ഹയറിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളെ സ്വന്തം കട പോലെ കണ്ടുകൊണ്ട് നിങ്ങൾ എല്ലാവരും സഹകരിക്കും. എന്തായാലും ഇപ്പൊ പൈസ തരാൻ പറ്റുന്ന ഏക വഴി ഇതാണ്.
അത് ഷക്കൂർ ജ്വല്ലറി LLP പ്രവർത്തിച്ചാൽ മാത്രമേ ഇതെല്ലാം നോർമൽ ആവുള്ളൂ. അതായത് കച്ചവടം ചെയ്ത് അതിന്റെ പ്രോഫിറ്റ് മാത്രമായിട്ട് തരാനായിട്ട് ഇപ്പോൾ നിവൃത്തിയുള്ളൂ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. അപ്പം നമ്മൾ ഇത്രയും നാൾ ഇപ്പം നിങ്ങൾ പറയുന്നത് പുറത്തുനിന്ന് നമ്മൾക്ക് ഫണ്ട് വന്നാലാണ് കൊടുക്കാൻ പറ്റുക എന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ ഇത്ര 4-5 വർഷത്തോളം നിങ്ങൾ ഇവിടെ ബിസിനസ് ചെയ്തു. ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ ഫണ്ട് വാങ്ങുകയും ഗോൾഡായിട്ട് വാങ്ങുകയൊക്കെ ചെയ്തു. ഈ സാധനമെല്ലാം അല്ലെങ്കിൽ ഈ ഫണ്ടെല്ലാം നിങ്ങൾ എന്ത് ചെയ്തു? ഇത് എല്ലാം നിങ്ങളുടെ കയ്യിൽ തീർന്നോ? അതോ ഇനി ഫണ്ട് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഇനി ഈ ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ കഴിയുമെന്നുള്ളതിനൊരു വ്യക്തമായ മറുപടിയാണ് വേണ്ടത്. വ്യക്തമായ മറുപടി ഇത് തന്നെയാണ്. ഓരോ വർഷവും അതാത് വർഷം ബുക്ക് ചെയ്തവർക്ക് കൊടുത്തു തീർത്തിട്ടുണ്ട്. മനസ്സിലായി. 11 മാസ കരാറിലുള്ള ആരുമായിട്ട് ഇല്ല. 2024-25 വരെ ആയപ്പോ ആ വർഷത്തെ ബുക്കിംഗ് മാത്രമേ നമുക്കുള്ളൂ. ഈ 24-25 വർഷത്തിലുള്ള നിങ്ങളെ ബുക്കിംഗ് അല്ല ചോദിച്ചത്. ഈ നിങ്ങൾ ഇത്രയും വർഷം ജ്വല്ലറി മുന്നോട്ട് റൺ ചെയ്തപ്പോ കിട്ടിയ പൈസയും അതിന്റെ ലാഭവും ഇതുവരെയുള്ള പ്രോഫിറ്റുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ എന്ത് ചെയ്തു? ആ പൈസ എവിടെ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓരോ വർഷവും നമ്മൾ കട എക്സ്പാൻഷനിലാണ് പോയത്. 44 സ്ഥാപനങ്ങൾ കേരളം മുഴുവൻ ഇന്ത്യ മുഴുക്കിയുണ്ട് നമുക്ക്. ഇതെല്ലാം ഈ കസ്റ്റമറിന് കിട്ടുന്ന ലാഭവിഹിതം കൊണ്ടാണ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല 23-24 എല്ലാ ഇൻകം ടാക്സ് റിട്ടേൺ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഇൻകം ടാക്സ് പോർട്ടലിൽ അറിയാൻ നമ്മുടെ ലാഭം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അല്ല, ആ സ്ഥലങ്ങളിലൊന്നും ഇപ്പൊ ഈ പറഞ്ഞ 44 കടകളിലൊന്നും ഇപ്പൊ സ്റ്റോക്ക് ഇല്ലല്ലോ. സ്റ്റോക്കില്ല, സ്വർണ്ണമില്ല, പ്രവർത്തനവുമില്ല. അപ്പോ ഈ പിരിച്ച പൈസ ഉണ്ടല്ലോ, ഇപ്പോഴും 10,000 ആൾക്കാരുടെ അടുത്തൊന്നും കോടിക്കണക്കിന് രൂപ പിരിച്ച പൈസ ഇപ്പോഴും കൊടുക്കാനുണ്ടല്ലോ. ആ ക്യാഷിന്റെ കാര്യമാണ് ചോദിച്ചത്. ഞാനിപ്പോ ഓക്കെ, ഒരു മിനിറ്റ്. ഞാനിപ്പോ ഒരു സപ്പോസ് ഞാൻ LLPയിൽ ചേർന്ന ഒരാളാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സ്ഥാപനത്തിന്റെ ഒരു ഭാഗമാണല്ലോ ഞാനും, അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ഗോൾഡ് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഗോൾഡ് ഷോപ്പിൽ ഇറക്കി വെച്ച് ബിസിനസ് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്? അതാ ഓൺലൈൻ വഴി ഓർഡർ എടുത്ത് കൊടുക്കാനാണോ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മൾ ഈ പാർട്ണർഷിപ്പ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രാറ്റജിക്കൽ പാർട്ണർ ഫണ്ട് ഉള്ള ഒരു ജ്വല്ലറി ഗ്രൂപ്പ് വരുന്നുണ്ട്. അവർ ഫുൾ സ്റ്റോക്ക് ഇറക്കി. അത് സാർ കുറെ കാലം കൊണ്ട് പറയുന്നുണ്ട്, താങ്കൾ കുറെ നാളുകൊണ്ട് പറയുന്നല്ലോ മൻസൂർ ഭായി. ഒരാളിങ്ങനെ കാശ് കൊണ്ടുവരുന്നുണ്ട്, നമ്മളിങ്ങനെ സ്വപ്നം കണ്ടിരിക്കുക എന്നുള്ളതാണ്. അതങ്ങ് വിടി. ഇപ്പൊ സാറ് നാട് വിട്ടാണല്ലോ. ഉടക്കിലല്ല സംസാരം വേണം. അവരുടെ കൊല്ലംകാർക്ക് ചോദിക്കാനുള്ളത് അല്ല, നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദിക്കും. ഓരോരുത്തരുടെ വിഷമം കൊണ്ടും അത്യാവശ്യം കൊണ്ടും ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദിക്കും. ഒരു വർഷമാണ് ഞാൻ ചോദിക്കുന്നത്. 6 മാസം മുതൽ ആളുകൾക്ക് നല്ല ലാഭത്തിന് വിറ്റ് പോകാൻ 100% ഞാൻ ഗ്യാരണ്ടി തരാം. ഇപ്പൊ ഈ ഓൺലൈൻ എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവനായിട്ടാണോ അതോ കേരളത്തിൽ മാത്രമായിട്ടാണോ? ഇല്ല, ഇപ്പൊ നമ്മൾ ഓൾ ഇന്ത്യയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഈ ഓപ്പറേഷൻ. അതുപോലെ തന്നെ വരുന്ന ദിവസം നമ്മൾ എല്ലാ കടകളും ഓപ്പൺ ചെയ്യും. 1 by 1 ആയിട്ട് കേരളത്തിലെ നിലവിലുള്ള എല്ലാ ഫാക്ടറിയും കടകളും നമ്മൾ ഓപ്പൺ ചെയ്യും. അതിന്റെ കൂടെ തന്നെ നമ്മൾ സാധനം ഇറക്കും. ഗോൾഡും സിൽവറും കടകളിൽ ഇറക്കി ബിസിനസ് തുടങ്ങും. എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെ സഹായിച്ചാൽ മാത്രം മതി. അപ്പൊ നമ്മുടെ ഈ ഓൺലൈൻ എന്ന് പറയുന്ന ഓൺലൈൻ സൈറ്റ് ഏതാണ്? ഈ മുൻപുള്ള അതേ സൈറ്റ് തന്നെയാണോ? തൽക്കാലം സൈറ്റ് അല്ല, ഇപ്പൊ നമ്മൾ കടയിൽ വന്ന് ബുക്ക് ചെയ്യുന്നവർക്കാണ് കൊടുക്കുന്നത്. കടയിൽ വന്ന് നമ്മുടെ സ്റ്റാഫ് ഉണ്ടാവും. അവരെ കാണിച്ചപ്പോ നമുക്ക് അങ്ങനെ വലിയ മാസീവായിട്ട് ചെയ്യാനുള്ള സാഹചര്യം ആയി വരുന്നതേ ഉള്ളൂ. ക്രമേണ നമ്മൾ ഓഫ്ലൈനാണ് കൂടുതൽ ഉദ്ദേശിക്കുന്നത്. കടയില് സ്റ്റോക്ക് കൊണ്ടുവന്ന് ബിസിനസ് ചെയ്യാന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് നല്ല ഇതൊരു പാർട്ണർഷിപ്പ് ഫേമാണ് ഇപ്പൊ ഇത് ഷക്കൂർ. പ്രൊപ്പറേറ്റർഷിപ്പാണ് കേസായിട്ട് കിടക്കുന്നത്. അതിലാണ് നിങ്ങൾക്കെല്ലാം ഞാൻ തരാനുള്ളത്. അത് കോടതിയിൽ നമ്മൾ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. സെറ്റിൽമെന്റ് ഇത് ഈ കട എന്ന് പറയുന്നത് ഷക്കൂർ LLP ആയിട്ടാണ് തുറക്കുന്നത്. ഇത് പാർട്ണർഷിപ്പ് ഫേമാണ്. ഇതിൽ മറ്റുള്ളവരുടെ പൈസയിലും ഞാനൊരു പാർട്ണറായിക്കൊണ്ടാണ് ഈ സ്ഥാപനം റൺ ചെയ്യുന്നത്. അപ്പൊ അതിലാണ് ഈ സ്റ്റോക്ക് വരുന്നത്. അപ്പൊ ഇതിലൊരു ക്ലൈബിലിറ്റി ഇല്ലാത്തൊരു സ്ഥാപനമാണ് ഷക്കൂർ ജ്വല്ലറി LLP. അപ്പൊ ഇതിന് നിങ്ങൾ ആർക്ക് വേണമെങ്കിലും വരുന്നവർക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിന്ന് ബിസിനസ് ചെയ്ത് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചെയ്താൽ തന്നെ നമ്മൾ കോടതിയിൽ ചാർജ് ചെയ്യും. അപ്പൊ ഇവിടെ വന്ന ആൾക്കാർ ബുക്ക് ചെയ്യുമ്പോൾ ഓൺലൈനായിട്ട് സാധനം എടുക്കുമ്പോൾ ക്യാഷ് അപ്പോഴും തന്നെ കൊടുക്കേണ്ടി വരുമോ അതോ സാധനം വാങ്ങുമ്പോൾ കൊടുത്താൽ മതിയോ?
അത് ക്യാഷ് നമ്മൾ ബുക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. അത് ഉടനെ തന്നെ സ്പോട്ടിൽ അവർക്ക് അതിനുള്ള ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. ഒരു പാർട്ടി വരുമ്പോൾ അവരുമായിട്ട് സംസാരിച്ച് പൈസ വരുന്ന മുറയ്ക്ക് അവർക്ക് സാധനം എല്ലാം ഒരുമിച്ച് കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓർഡർ അനുസരിച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ പറയാം. എപ്പോഴും പേയ്മെന്റ് ഒരു ബാങ്ക് ചെയ്യുന്ന മുറയ്ക്ക് നമ്മൾ കൊടുക്കും. മൻസൂർ ഭായിക്ക് ഒരു 100% വിശ്വാസം ഉണ്ടോ ഇപ്പൊ ഈ ഒരു രീതിയിൽ കിടക്കുന്ന സ്ഥലത്ത് ആൾക്കാർ വന്ന് വീണ്ടും സ്വർണം വാങ്ങാൻ ബുക്ക് ചെയ്ത് വാങ്ങും എന്നുള്ളതിനോട്? ആൾറെഡി കസ്റ്റമേഴ്സ് എല്ലാം ലൈൻഡ് അപ്പാണ്. നിങ്ങൾ വിചാരിക്കും പോലെ അല്ല. എനിക്ക് തന്നെ പാർട്ടീസ് തന്നെ നല്ലൊരു കസ്റ്റമർ പ്രൊഫൈൽ ഉണ്ട്. എനിക്ക് തന്നെ നല്ല ഞാൻ 5 വർഷം കേരളത്തിൽ കച്ചവടം ചെയ്ത് നല്ല തിരക്കുള്ള ആളാണ്. എനിക്ക് ഇഷ്ടം പോലെ ബയ്യറും ഉണ്ട് സപ്ലയറും ഉണ്ട്. നിങ്ങൾ എന്നെ വിശ്വസിക്കുക. ആളുകൾ പറയുന്ന കള്ള വർത്താനം കേട്ടുകൊണ്ട് എന്നെ നിങ്ങൾ വിലയിരുത്തരുത്. മനസ്സിലായില്ല? ഞാൻ നമ്മൾ ഡൗട്ട് ചോദിക്കുന്നതാണ്. നമ്മളെ ഡൗട്ട് ക്ലിയർ ആവണല്ലോ. അല്ല, അത് ഞാൻ മനസ്സിലാക്കി തരാം. ആളുകൾ ഇതിന്റെ പിന്നിൽ കുറച്ച് ആളുകൾ നമ്മളെ പേടിയാണ്. എല്ലാവർക്കും, എല്ലാ ജ്വല്ലറിക്കാർക്കും നമ്മളെ പേടിയാണ്. കാര്യം നമ്മൾ വന്നു കഴിഞ്ഞാൽ അവരെയൊക്കെ കച്ചവടം പോകും. അഡ്വാൻസ് ഓർഡർ മേടിച്ച് പണിക്കൂലി വാങ്ങിച്ച് വിറ്റുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം പേടിയാണ് എന്നെ. അതിനാണ് അവന്മാർ ഇങ്ങനെ കള്ളപ്രചരണങ്ങൾ വ്യാപകമാക്കി പൈസ കൊടുത്ത ആളുകളെ വശീകരിച്ചുകൊണ്ട് നമുക്കെതിരെ പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ പേടിപ്പിക്കുക. അവർക്കെതിരെ കള്ള എഫ്ഐആറുകൾ ചമച്ചുകൊണ്ട് 460, 420 IPC ഈ 420 ഇപ്പൊ നിലനിൽക്കൂല. എഗ്രിമെന്റ് ഉള്ള ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ്റെ അടുത്ത് അവന് സ്വർണ്ണം കൊടുക്കാന്ന് പറയുന്നത് അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് വെച്ച് വെള്ളം ഇല്ലാത്തടത്ത് മുങ്ങട എന്ന് പറയും പോലെയാണ് എല്ലാവരും പൈസ ഓർഡർ എനിക്ക് എവിടെ നിന്ന് കൊടുക്കാൻ പറ്റും? ആരെങ്കിലും എന്റെ അക്കൗണ്ടിൽ പൈസ ഇടുക ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന അക്കൗണ്ടിൽ. അപ്പൊ എനിക്കിത് ചെയ്യാൻ പറ്റും. ഷക്കൂർ ജ്വല്ലറി LLP വഴിയെ 2023 മുതൽ കോടതിയിൽ എന്റെ കേസുകൾ ഇരിക്കുകയാണല്ലോ. ഇപ്പൊ ഷക്കൂറിന് അപ്പൊ അങ്ങനെയാണെങ്കിൽ പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു കുഴപ്പമില്ലല്ലോ. പാർട്ണർഷിപ്പ് കമ്പനിയല്ലേ. കമ്പനിക്ക് എത്ര അക്കൗണ്ട് വേണമെങ്കിലും തുറന്നാലും ഇത് പബ്ലിക് അല്ലേ. അപ്പൊ അക്കൗണ്ട് കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടുണ്ടോ? അക്കൗണ്ട് ആയിട്ടുണ്ട്, GST ആയിട്ടുണ്ട്, TDS ആയിട്ടുണ്ട്. എല്ലാം പുറകെ നമ്മൾ ഒന്നിന് പോയി ഒന്നായിട്ട്. അത് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ എനിക്ക് സമയം തന്നു കഴിഞ്ഞാല് നിങ്ങളെ കണ്ണ് കുളിർക്ക് ഫുൾ സ്റ്റോക്കോടെ നമ്മൾ ബിസിനസ് ചെയ്യാം അവിടെ. നമ്മൾ ആർക്കും ഒന്നും ചെയ്യാൻ അതിന് വേണ്ട എന്ത് സഹായം വേണമെങ്കിലും നമ്മൾ ചെയ്യാം. അത് ഓക്കെയാണ്. പക്ഷെ വളരെയധികം നിങ്ങൾ ചെയ്യേണ്ട വേറൊന്നും അല്ല. നിങ്ങൾ വരച്ചൊന്നും നിങ്ങൾ ഡെയിലി കട വന്ന് അന്വേഷിക്കും. കടകൾ നിങ്ങൾ നോക്കി ഞാൻ വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാം. കടയുടെ പാർട്ട്നേഴ്സ് ആൾറെഡി 2-3 ജ്വല്ലറി ഗ്രൂപ്പുകൾ നമ്മുടെ ലൈനിൽ നിൽക്കുകയാണ് സാധനം ഇറക്കാനായിട്ട്. പിന്നെ കുറച്ച് പേപ്പർ വർക്ക് കൂടെ കഴിഞ്ഞാൽ ഫുൾ സ്റ്റോക്ക് ഈ കടയ്ക്ക് 200 കിലോ ഇടാൻ ഒരു പാർട്ടി റെഡിയായിട്ട്. ഈ ഫുൾ സ്റ്റോക്ക് വരാനായിട്ട് എത്ര സമയം എടുക്കും എന്നുള്ളതാണ്. നമ്മൾ കസ്റ്റമർ ചെയ്യാനുള്ളത് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? അതല്ലേ ചെയ്യാനുള്ളൂ. വേറെ നമ്മളെന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഞാൻ പറയുന്നത് അല്ല, നിങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങൾ ആദ്യം ഒരു തീരുമാനം എടുക്കണം. ഏത് മോഡൽ നമുക്ക് സെറ്റിൽമെന്റ് വേണം, അതിലേക്ക് നിങ്ങൾ കരാറിലേക്ക് മാറണം. അതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്ന്, നിങ്ങൾ പാർട്ണർ ആയി കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ സൗകര്യമാണ് പെട്ടെന്ന് പൈസ തരാനായിട്ട്. മറ്റേതാണെങ്കിൽ നിങ്ങൾക്ക് കോടതി കേസ്. പക്ഷെ മൻസൂർ ഭായ് അതിലുള്ള വിശ്വാസ്യത ക്ലിയർ ചെയ്യണം. ആൾക്കാരുടെ അതിലോട്ടുള്ള വിശ്വാസ്യത ക്ലിയർ ചെയ്യണം. എല്ലാവരും വിശ്വസിക്കുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ഈ അടുത്ത് വരുന്ന കച്ചവടം പൊട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇനി അടുത്തൊരു പരാതിയുമായിട്ട് ഒരിടത്തും പോകാൻ പറ്റില്ല, മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു വിശ്വാസം. അത് അല്ല, ഞാൻ പറഞ്ഞ അത് ഏതൊരു ബിസിനസ് ഇത് പൊളിയാനുള്ള ചാൻസേ ഇല്ല. 100% ഇല്ല. കാര്യം എന്ന് വെച്ചാല് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ജ്വല്ലറി വേറെ അനന്തര ഗ്രൂപ്പ് ഗോൾഡ് കൊണ്ടുവരുന്നു. അവര് നമ്മുടെ കടയുമായിട്ട് എഗ്രിമെന്റ് ചെയ്തിടക്കോടെ. പിന്നെ അല്ലാതെ തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എനിക്ക് തന്നെ കേപ്പബിലിറ്റി കൊണ്ട് ഒരുപാട് സപ്ലൈസ് ഗോൾഡ് തരാൻ റെഡിയാണ്. നമ്മളെ കടയിൽ ഡിസ്പ്യൂട്ട് കിടക്കുന്നുണ്ട്, ആര് ധൈര്യമായിട്ട് ഇടാത്തത്. നിങ്ങൾ എല്ലാവരും സഹകരിച്ച് എഗ്രിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ കറഫിൽ തന്നെ ഗോൾഡ് കൊണ്ടുവരാനും ബിസിനസ് ചെയ്യാനും നിങ്ങളെ കണക്ക് സെറ്റ് ചെയ്യാനും പറ്റും. ഇതെല്ലാവരും കൂടെ വന്ന് ആർക്ക് കൊടുക്കാനുണ്ട് ആർക്ക് കൊടുക്കാനില്ല, വളരെ കൺഫ്യൂഷനാണ്. അപ്പൊ നമുക്ക് നിലവിലുള്ളവർ എത്രയും പെട്ടെന്ന് പാർട്ണർ ആവുകയോ സെറ്റിൽമെന്റ് എഗ്രിമെന്റിലോട്ടോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു വിഷൻ ഉണ്ട് എത്ര പേർക്ക് എങ്ങനെ കൊടുക്കാം. ഇവിടെയാണ് ആ പ്രശ്നം കിടക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് ചെയ്യേണ്ട നിങ്ങൾ സെറ്റിൽ ആവുക. ഏതെങ്കിലും ഒരു ഓപ്ഷൻ പിടിച്ചിട്ട് അതിലേക്ക് നിങ്ങൾ വരിക. എഗ്രിമെന്റ് ചെയ്ത് അതാണ് ആദ്യത്തെ. ഇവിടെ ഇപ്പൊ വേറൊരു കൺഫ്യൂഷൻ ഉള്ളത്, കുറെ ആൾക്കാർ കേസിന് പോയിട്ടുണ്ട്. ഈ കേസിന് പോയവർ തന്നെ വീണ്ടും LLPയിൽ ചേരാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഈസിയാണ്, വളരെ ഈസിയാണ്. നമ്മൾ അഡ്വക്കേറ്റിനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം കേസിൽ ഒരു പേപ്പർ തരും കോടതി കൊടുക്കാനായിട്ട്. അത് വെച്ചിട്ട് നമ്മൾ കൊടുക്കാനുള്ളത് കോടതി വഴി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാനുള്ള കൊടുത്തേ പറ്റൂ. അപ്പൊ നമ്മൾ അതിന് റെഡിയാണ്. നമുക്ക് കോടതി കൊടുക്കാനുള്ള ഒരു പേപ്പർ ഒരു പേപ്പർ നമ്മൾ അവർ കോടതിയിലെ കേസും ഡീറ്റെയിൽ വെച്ചിട്ട് അതിൽ നിന്നുള്ള പിൻവലിച്ച് ഞാൻ സെറ്റിൽ ആയിരിക്കുന്നത്. അവസാനം കോടതി സെറ്റിൽ ചെയ്യാനാണല്ലോ പറയുന്നത്. നമ്മളിപ്പോ ഒരു 3 വർഷം കേസ് പറയുന്നത് സുപ്രീം കോടതി പോയാലും അവരോട് സെറ്റിൽമെന്റ് തോട്ടേ പറയാൻ പറ്റുള്ളൂ, അല്ല വേറെ എന്ത് ചെയ്യാൻ പറ്റൂലേ? അപ്പൊ അത് നമ്മൾ നേരത്തെ എത്രയും പെട്ടെന്ന് സെറ്റിൽ ആയി കഴിഞ്ഞാൽ കേസ് പോയില്ലേ? പിൻവലിക്കുന്നു, നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ കസ്റ്റമറിൽ നിന്ന് എന്താണ് സപ്പോർട്ട് നമ്മൾ ചെയ്യാനുള്ളത്? നമുക്ക് നിങ്ങൾ സെറ്റിൽ ആവണം. നിങ്ങൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ 3 വർഷമായിട്ട് എടുക്കണം, ഇല്ല നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പാർട്ണർഷിപ്പ് വരണം. പാർട്ണർഷിപ്പ് വരുന്നതാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്ന കാര്യം. അതിൽ എനിക്ക് കൂടുതൽ ഫ്ലെക്സിബിൾ ഉണ്ട് നിങ്ങളുടെ പേയ്മെന്റ് എളുപ്പം സെറ്റിൽ ചെയ്യാനായിട്ട്. എനിക്ക് 3 മാസം പാർട്ണർഷിപ്പിൽ വരാനായിട്ട് ഈ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നതല്ലേ LLP അല്ലേ?
ലിമിറ്റഡ് പാർട്ണർഷിപ്പിൽ നമുക്ക് നല്ല വാല്യൂവിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് തരാം. അത് വെച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഫണ്ട് വെളിയിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും, ഇവിടെ ഫണ്ട് വേറെ കൊണ്ടുവരാൻ പറ്റും, നമുക്ക് ആവശ്യമുള്ള പൈസ എടുക്കാനും പറ്റും നിങ്ങൾക്കെല്ലാം. അപ്പൊ ഈ കേസിന് പോയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വക്കീലിന്റെ നിങ്ങൾ വക്കീലിന്റെ നിന്ന് ഒരു പേപ്പർ വാങ്ങി ഒരു പേപ്പർ, ആ പേപ്പർ നമ്മൾ അയച്ചു തരാം. നിങ്ങൾ ഒന്നിനും പോകണ്ട. ആ പേപ്പർ അവിടെ കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ കേസ് അതോടുകൂടി വാല്യൂ ഇല്ലാതാവുകയാണോ അതോ താൽക്കാലികമായിട്ട് എന്തെങ്കിലും? ആ കേസിൽ നമ്മൾ കോടതി ബോധിപ്പിക്കുന്നത് ഇത്ര തുകയ്ക്ക് നമ്മൾ സെറ്റിലായി, ഇന്ന പ്രകാരം പാർട്ണർഷിപ്പിലേക്ക് ഞാൻ മാറി എന്നുള്ളത് അവർ എഴുതി തരും. അത് വെച്ചിട്ട് നമ്മൾ ആ പേപ്പറിൽ കാണിക്കും, അത് ROC കൊടുക്കും. നിങ്ങൾ ലീഗലി നിങ്ങളെ ബൈൻഡ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് ആ ഡോക്യുമെന്റ് തരുന്ന പ്രമാണം തരുന്നത്. അതായത് നമ്മുടെ കേസ് കൊടുത്ത കേസ് അസാധുവാകും, FIR കാര്യങ്ങൾ കേസ് കൊടുത്തവര് കാര്യങ്ങളെല്ലാം അസാധുവാകുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അസാധുവല്ല, ആ കേസ് നമ്മൾ ആവശ്യപ്പെടുന്നത് നമുക്ക് കിട്ടാനുള്ള തുകയാണ്. അപ്പൊ അവർ കോടതി നമ്മളത് ചോദിക്കുന്നതിന്റെ ഉണ്ടെങ്കിൽ നിനക്ക് എങ്ങനെ കൊടുക്കാം, ഇതാണ് അവർ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഇനി വേറെ കുറെ അതോറിറ്റികളുടെ അന്വേഷണത്തിൽ അവരെല്ലാം അന്വേഷിച്ച റിപ്പോർട്ടുകൾ വർഷങ്ങളെടുത്ത് വരും. അത് കഴിഞ്ഞ് ഇത് തന്നെയാണ് എന്റെ അടുത്ത് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ അതിപ്പോഴേ പറയുകയാണെങ്കിൽ എനിക്ക് 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പൊ തന്നെ കണക്ക് സെറ്റ് ചെയ്ത് 3 മാസം 6 മാസം കൊണ്ട് നിങ്ങൾക്ക് പൈസ ആയിട്ട് എടുക്കാൻ പറ്റും. ഈ 2 ഓപ്ഷൻ ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ 3 മാസം 6 മാസം കൊണ്ട് പൈസ ആയിട്ട് എങ്ങനെ എടുക്കാൻ പറ്റുമെന്നാണ്? 3 മാസം കഴിയുമ്പോൾ ഒരു പ്രോഫിറ്റ് തരും, 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. 6 മാസം കൊണ്ട് എന്റെ ഒരു വിഷൻ വെച്ചിട്ട് കഴിഞ്ഞ വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ 2500-3000 കോടി രൂപ സെയിൽസ് 24-25 ചെയ്തു. ഇപ്പൊ നമ്മളൊരു 6 മാസം 2500 കോടി രൂപ വെളിയിൽ നിന്ന് ജ്വല്ലറി കൊണ്ടുവരും, 10,000 കോടി രൂപ ടേൺ ഓവർ നമുക്ക് ഈസി ആയിട്ട് നടക്കും. നമുക്ക് വളരെ കുറച്ച് തുകയെ നമ്മൾ കൊടുക്കാനുള്ളൂ. ആ കഴിഞ്ഞ 24-25 വർഷത്തിൽ ഒരു 3-4 മാസത്തെ ബുക്കിംഗ് ആണ് പെൻഡിംഗ് ആയി കിടക്കുന്ന. കുറെ റിന്യൂവൽ ബുക്കിംഗും ഉണ്ട്, അതാണ് പെൻഡിംഗ് ആയിട്ടുള്ളത്. ബാക്കിയുള്ളവരെല്ലാം കടയിൽ വന്ന് പ്രൊട്ടസ്റ്റ് ചെയ്തെടുത്തോണ്ട്, എന്നിട്ട് ഇപ്പോഴും ക്രൈം ബ്രാഞ്ച് കുറെ ഡയമണ്ടും ഗോൾഡും ഒക്കെ അവർ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്നും നമ്മൾ നോക്കുന്നില്ല. നിങ്ങൾക്ക് ഇവരൊക്കെ നിങ്ങൾക്കെല്ലാം തരാൻ പറ്റുന്ന ഒരു 1000 കോടി രൂപയുടെ ടേൺ ഓവർ നടന്നാലേ നമ്മളെ ഈ കംപ്ലീറ്റ് കടകൾ തീർക്കാൻ പറ്റും. വെറും 1000 കോടി. ഇപ്പൊ നമുക്ക് 2500 സ്റ്റോക്ക് വരെയാണെങ്കിൽ കുറഞ്ഞത് ഒരു 10,000 മുതൽ 40,000 വരെ സെയിൽസ് നമുക്ക് നടക്കും. അതെല്ലാം നമ്മൾ കണക്കൂട്ടിക്കൊണ്ടാണ് പറയുന്നത് 100% നമ്മൾ കേപ്പബിൾ ആണ്, കൊടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടെ സഹായിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഈ നമ്മളിപ്പോ ഒരാൾ LLP-ലോട്ടോ അല്ലെങ്കിൽ പാർട്ണർഷിപ്പിലോട്ടോ മാറിക്കഴിഞ്ഞാല് പിറ്റേ മാസം മുതൽ തന്നെ നമുക്ക്, അതായത് ഇപ്പൊ ഞാനിപ്പോ ഇതിൽ ചേർന്നെന്ന് വെച്ചോ, ഇന്ന് എന്റെ എഗ്രിമെന്റ് ഫുള്ളായി, അടുത്ത ഒരു 3 മാസത്തിനകത്തോ അല്ലെങ്കിൽ അടുത്ത മാസം മുതലോ എനിക്ക് പ്രോഫിറ്റ് കിട്ടി തുടങ്ങും. അതായത് നിങ്ങൾക്ക് ആദ്യത്തെ മാസത്തെ സെയിൽസ് റിപ്പോർട്ട് തരും, മീറ്റിംഗുകളിൽ വിളിക്കും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആദ്യത്തെ മാസം എത്ര നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട്. അങ്ങനെ 3 മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓഡിറ്റ് ചെയ്യാനായിട്ട് സമയം എടുക്കേണ്ടി വരും. എല്ലാ ബില്ലും കൊടുത്ത് ഓഡിറ്റ് ചെയ്ത് 3 മാസത്തിനകത്ത് 90 ഡേയ്സിൽ ഫസ്റ്റ് പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ തുടങ്ങും. ആദ്യത്തെ ക്വാർട്ടർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് നേരത്തെ വേണമെന്നുള്ളവർക്ക് പ്രോഫിറ്റ്. അതായത് നമുക്ക് LLP എഗ്രിമെന്റ് ചാലുവായ ഡേറ്റ് മുതൽ 90 ദിവസം ആകുമ്പോഴത്തേക്ക് ആദ്യത്തെ പ്രോഫിറ്റ് വീഴുന്നിരിക്കും എന്നാണ് ഉറപ്പ് പറയുന്നത്. നമ്മളിനി കട അടക്കൂല, നമ്മൾ അല്ലാതെ അനുഗ്രഹം കൊണ്ട് നമ്മളിനി അങ്ങോട്ട് തുറന്നേ പോകത്തുള്ളൂ. അതായത് എല്ലാവരുടെ കാര്യമല്ല, ഓരോ ചേർന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോരുത്തരുടെ കാര്യമാണ് ചോദിക്കുന്നത്. ഒരാള്, അതായത് ഇപ്പൊ എനിക്കിന്ന് എഗ്രിമെന്റ് ഞാൻ ഫുള്ള് സൈൻ ചെയ്ത് തന്നു കഴിഞ്ഞാൽ, LLP-യിൽ ചേർന്ന് കഴിഞ്ഞാൽ 90 ദിവസം ആകുമ്പോൾ എനിക്ക് പ്രോഫിറ്റ് വീഴുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് മുതൽ നമ്മൾ ചാലുവായി കഴിഞ്ഞു. ഇന്ന് മുതൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് പ്രോഫിറ്റ് കൊടുക്കാൻ ചാലുവായി കഴിഞ്ഞു. അപ്പൊ അത് നമുക്ക് ഈ എല്ലാരും കൂടെ ചേർന്ന് കഴിഞ്ഞാലല്ലേ ബിസിനസ് സ്റ്റാർട്ട് ആവുള്ളൂ. നിങ്ങളിപ്പോ ചേരുന്നവരെല്ലാവർക്കും കൊടുക്കാനുള്ളവരെ സെല് ചെയ്യുന്നതാണ്. ശരിക്കുള്ള പൈസ വരുന്നത് ഞാൻ പറഞ്ഞില്ല, തേർഡ് പാർട്ടി ജ്വല്ലറിയിൽ നിന്നാണ് ഫണ്ട് വരുന്നത്. അവരാണ് നമുക്ക് ഫണ്ട് കൂടുതൽ തരുന്നത്. അതിനല്ലാതെ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യും. പുള്ളിനായിട്ടും സിൽവറായിട്ടും ആഭരണമായിട്ടും നമ്മൾ ചെയ്യും. അതിന്റെ പ്രോഫിറ്റ് ആഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായി. ഇപ്പൊ നമുക്കിപ്പോ ആളുകൾ LLP ചേരണമെങ്കിൽ കുറച്ച് നമുക്കൊരു ക്രെഡിബിലിറ്റി ഫീൽ ചെയ്യണം കസ്റ്റമറിന്. അപ്പോൾ നമ്മുടെ ഷോപ്പ് പൂർണ്ണമായിട്ടും വർക്കിംഗ് ആയാൽ മാത്രമല്ലേ ആളുകൾ LLP-യിൽ പൂർണ്ണമായിട്ടും ചേരുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇന്നിപ്പോ ആദ്യത്തെ ദിവസമാണ്. ഞാനിപ്പോ 3 പേരെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. ഒരു അക്കൗണ്ടന്റ് അപ്പോയിന്റ്മെന്റ് ചെയ്തു, ഒരു അഡ്മിനിസ്ട്രേഷൻ മാനേജർ അക്കൗണ്ട് ചെയ്തു, ഒരു കസ്റ്റമർ കെയർ മാനേജർ അപ്പോയിന്റ്മെന്റ് ചെയ്തു. ബാക്കിയുള്ള ഇന്റർവ്യൂ അതായത് കുറച്ച് ആവശ്യമായ സ്റ്റാഫുകൾ ലീഗൽ ടീമുണ്ട്, അക്കൗണ്ട് ഓഡിറ്റിംഗ് ടീം അപ്പോയിന്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ എല്ലാ ടീമുകളെ ഓഡിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഞാനിപ്പോ തന്നെ എന്റെ സപ്ലയറുകളായിട്ട് എല്ലാം സംസാരിച്ച് എല്ലാവരും പോസിറ്റീവ് ആണ്, സഹായിക്കാതിരിക്കാൻ. അതായത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ചെയ്യാൻ പറ്റും. ഞങ്ങൾ കസ്റ്റമേഴ്സ് എല്ലാം സപ്പോർട്ട് ചെയ്യും. അതായത് ഞങ്ങൾക്ക് ഷോപ്പിൽ ഇപ്പോൾ നിങ്ങളുടെ സ്റ്റോക്ക് വന്നു, നിങ്ങളുടെ ബിസിനസ് നടക്കുന്നുവെന്ന് ഒരു ഫീല് തന്നെ തോന്നിയാൽ തന്നെ ആളുകൾക്ക് LLP-യിലേക്ക് ചേരാൻ എളുപ്പമാണ്. പക്ഷെ അതൊന്നും ശൂന്യമായ ഒരു കടയിൽ വന്നിട്ട് നമ്മൾ ആരും LLP-യിൽ ചേരില്ല. അപ്പോൾ പൂർണ്ണമായിട്ടും പ്രവർത്തിക്കുന്ന ഒരു ഷോപ്പിൽ ഓഫ്ലൈൻ കൊണ്ടുവരാനായിട്ട് നമുക്ക് ഓഫ്ലൈൻ കൊണ്ടുവരാനായിട്ടാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മാതിരി ഇവര് 2 കസ്റ്റമേഴ്സും കൂടെ എത്രയും പെട്ടെന്ന് ഒരു സെറ്റിൽമെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈസിയാണ് എന്റെ സപ്ലൈസിന്റെ അടുത്തേക്ക് വേണ്ടി കൊണ്ടുവരാൻ പറയാനായിട്ട്.
അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊന്ന് സഹകരിച്ചാൽ ഞാൻ അത് എത്രയും പൂർണ്ണമായിട്ടും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അതായത് പൂർണ്ണമായിട്ടും കസ്റ്റമേഴ്സ് സഹകരിക്കുക. അതായത് സ്റ്റോക്ക് വന്നിട്ട് നിങ്ങൾക്കിപ്പോ പോലീസ് പ്രൊട്ടക്ഷനോ മറ്റോ ആവശ്യപ്പെടാതെ സ്റ്റോക്ക് അങ്ങനെയല്ല, സ്റ്റോക്ക് വരുന്നതിന് മുമ്പേ നമുക്ക് നിലവിലുള്ള കസ്റ്റമറുമായിട്ട് അതാണ് ആദ്യത്തെ കടമ. അത് നിങ്ങൾ സഹകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഓഫ്ലൈൻ സ്റ്റോക്ക് ഞാൻ കടയിൽ കൊണ്ടുതരാം. 100% ഗ്യാരണ്ടി ഞാൻ പറയാം. ഇപ്പൊ തന്നെ നമ്മൾ ഇന്ന് മോന് ബിസിനസ് തുടങ്ങിയത്. ഭായ് നമ്മൾ രാവിലെ ഇവിടെ എത്തി. അൽഹംദുലില്ലാ കാര്യങ്ങള് ബാസിതാണെന്ന് പറ. അപ്പം രാവിലെ നമ്മൾ അൽഹംദുലില്ലാ എത്തി. അപ്പം കാര്യങ്ങള് രാത്രിയായിട്ട് നടന്നു. അപ്പം നമ്മള് ഇത്രയും സ്റ്റേജ് വരെ എത്തി. അപ്പം നമ്മള് ഭായിയുടെ ഭാഗത്തുനിന്ന് നമ്മുടെ മാനേജറിന്റെ ഭാഗത്തുനിന്ന് കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് സ്പീഡപ്പ് കൂടെ ആവുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ എല്ലാവർക്കും നമ്മളിപ്പോ നമ്മൾ ചെയ്തിരിക്കുന്നത് ഓഫ്ലൈൻ പരിപാടി തുടങ്ങി, അത് ഓൺലൈൻ പരിപാടി തുടങ്ങി. ഇന്നും ഒരു ഗോൾഡോ സിൽവറോ ആഭരണമോ നമുക്ക് സാധനം സപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് നിലവിലുള്ള എല്ലാവരുമായിട്ട് എഗ്രിമെന്റ് ആയി കഴിഞ്ഞാൽ കടയിൽ സ്റ്റോക്ക് കൊണ്ടുവരാൻ പറ്റും. സപ്ലൈ ചെയ്യാൻ പാർട്ടി റെഡിയാണ്, പാർട്ണറും റെഡിയാണ്, സാധനം തരാൻ എല്ലാ സപ്ലയറും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കസ്റ്റമറുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ റീ എഗ്രിമെന്റ് ഇപ്പൊ നമുക്കൊരു 11 മാസത്തോടെ ഒരു എഗ്രിമെന്റ് കൊണ്ടുകൂടാ. എല്ലാവരും ഒരു പാർട്ണറായ എഗ്രിമെന്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് എല്ലാവർക്കും പൈസകൾ തിരിച്ചെടുക്കാം. ആവശ്യക്കാർക്ക് എടുക്കാം, ഇല്ലാത്തവർക്ക് നിന്ന് ലാഭം മേടിക്കാം. ഇപ്പൊ ബൈയുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഒത്തൊരുമിച്ച് നീങ്ങുന്നത്. അപ്പൊ നമ്മളാണ് ബൈയുടെ കരുത്ത്, നമ്മളെ കരുത്ത് ബായുവാണ്. അപ്പം അതനുസരിച്ചിട്ടാണ് നമ്മൾ നീങ്ങുന്നത്. ഒത്തൊരുമയായിട്ട് തന്നെ നീങ്ങും. നമ്മൾ ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ വിജയിപ്പിക്കുകയും ചെയ്യും. ഇതിനകത്ത് വരുന്ന അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒത്തൊരുമിച്ച് തന്നെ നമ്മളെ കാര്യങ്ങൾ നമ്മുടെ സമുദായത്തിന്റെ വിഷയം ഇതിനകത്തുണ്ട്. അപ്പം ആ ഒരു നിയന്ത്രണങ്ങളോട് കൂടിയാണ് നമ്മൾ നീങ്ങുന്നത്. അപ്പം വേഗത്തിലാക്കണം കാര്യങ്ങൾ ബൈയുടെ ഭാഗത്തുനിന്ന് ഇച്ചിരി ഒന്ന് ഫാസ്റ്റ് ആയ. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഞാൻ എല്ലാ സാധനവും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഓഫ്ലൈൻ കൊണ്ടുവരാൻ പറ്റാത്തതിന്റെ കാരണം കുറെ കസ്റ്റമറിന്റെ പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് പെൻഡിംഗ് കിടക്കുകയാണ്. അത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഉത്സാഹമായിട്ട് യാദൃശ്ചികമായിട്ട് അകത്തായി. ഇനിയിപ്പോ നമ്മൾ വേറെ ടീമിനെ വെച്ചുകൊണ്ട് പെട്ടെന്ന് അത് ഫൈനലൈസ് ചെയ്യുന്നു. എല്ലാം ഒപ്പിട്ട് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഓഫ്ലൈൻ സാധനം ഞങ്ങൾ കൊണ്ടുവരാനുള്ള തർത്തീവ് ചെയ്ത് കഴിഞ്ഞു. സപ്ലൈസ് സാധനം തരാൻ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ ഫൈനൽ നമുക്ക് നമ്മുടെ നിലവിലുള്ള കസ്റ്റമറിന്റെ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് സെറ്റിൽമെന്റ് എഗ്രിമെന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന് ബിസിനസ് ചെയ്ത് ഇവരെല്ലാം സെറ്റിൽ ചെയ്യാം. അതെ, അപ്പൊ നമ്മൾ ഫൈനൽ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. നമ്മൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇനി ഷക്കൂർ ജ്വല്ലറി LLP നമ്മൾ സ്റ്റോപ്പ് ആവൂല. ഡെയിലി സെയിൽസ് നടന്നുകൊണ്ടിരിക്കും. ബാക്കിയുള്ള കടകളെല്ലാം 1 by 1 ആയിട്ട് നമ്മൾ തുറക്കും. വരും ദിവസങ്ങളിൽ നമ്മൾ കലമ്പന ഓപ്പൺ ചെയ്യും, അതുപോലെ കൊല്ലം ഓപ്പൺ ചെയ്യും, കോട്ടയം എറണാകുളം ഓപ്പൺ ചെയ്യും. അങ്ങനെ എല്ലാ കാര്യങ്ങളും കുറെ നിയമങ്ങൾ നമുക്കിപ്പോ നിലവിലുണ്ട്. അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തെടുക്കുകയാണ്. അതുപോലെ ഇതിനിടയ്ക്ക് കുറച്ച് കോടിയുടെ വരുന്നുണ്ട്. മനസ്സിലായി ബൈ. അതുപോലെ നമ്മുടെ കോർഡിനേഷൻ ഈ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എത്തി. ആ കോർഡിനേഷൻ ബ്രേക്ക് ആവരുത്. ആ ഒരു കോർഡിനേഷനിൽ തന്നെ കാര്യങ്ങൾ ലാസ്റ്റ് എത്തിയാൽ വിജയിക്കാൻ വേണം. ഞാൻ ഇപ്പോഴേ കുറെ സപ്ലൈസുമായിട്ടൊക്കെ സംസാരിച്ചു സെയിൽസ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇൻഷാല്ല നിങ്ങൾക്കുള്ള സംശയങ്ങൾ എല്ലാവരും ചോദിക്കും. എല്ലാവരും നല്ല ആഹ്ലാദത്തോടെ സ്വന്തക്കാരും ബന്ധക്കാരെ എല്ലാം അറിയിക്കും. അതുപോലെ തന്നെ നമുക്ക് സാധനങ്ങൾ എന്തെങ്കിലും വേണമെന്നുള്ളവർക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് ഡിസൈനും വെയിറ്റും എല്ലാം ഓർഡർ ചെയ്ത് ലബീബാണ് അഡ്മിനിസ്ട്രേഷൻ മാനേജർ. ഇപ്പൊ ലബീബിന്റെ അടുത്ത് നിങ്ങൾ സാധനം കാണിക്കുകയോ ഓർഡർ എടുക്കാനൊക്കെ പറ്റും. ഓർഡർ അനുസരിച്ച് അവർ തരുന്ന അനുസരിച്ച് നമ്മളെ പൈസയും സാധനവും ആ പൈസ അവർ അറേഞ്ച് ചെയ്യുന്ന അനുസരിച്ചിട്ട് നമ്മൾ സാധനം അവിടെ എത്തിച്ചു കൊടുക്കും. വരും ദിവസങ്ങളിൽ എഗ്രിമെന്റ് ക്ലിയർ ചെയ്ത ഉടനെ എല്ലാ കളറിലും സ്റ്റോക്ക് നമ്മൾ കൊണ്ടുവരും. നസീമാണ്. പിന്നെ ഭായ്, നമുക്ക് ഈ LLP ചേരാത്തവരുണ്ടല്ലോ, ഇപ്പം കേസിനും പോവാത്തവര്, ഇത് രണ്ടിനും പോവാത്തവർക്ക് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നമുക്കിപ്പോ ഇവർക്കെല്ലാം യൂണിഫോം ആയിട്ട് ഒരു എഗ്രിമെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. പുതിയ കമ്പനിയുടെ എഗ്രിമെന്റ് ആണോ അതോ LLP ചെയ്യുന്ന? ഇപ്പൊ നമുക്ക് മുക്തദർ ഗ്രൂപ്പ്, മുക്തദർ ജ്വല്ലറി സോൾ പ്രൊപ്പറേറ്റർഷിപ്പിലാണ് ഇത്ര ഇൻകം ടാക്സ് പ്രോബ്ലവും കസ്റ്റമർ എല്ലാം ഇറിക്റ്റായിട്ട് നിൽക്കുന്നത്. ഒന്നിൽ ആ കരാർ ക്യാൻസൽ ചെയ്യണം, ഇല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കണേ അക്കൗണ്ട് വഴിയേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് കോടതിയിൽ നമ്മൾ ഫയൽ മൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് തരണമെന്ന് നമ്മളെ സെറ്റ് ചെയ്യാനുണ്ടെന്ന് നമ്മൾ കോടതിയിൽ ആൾറെഡി ബോധിപ്പിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത് ഓപ്പൺ ആയാൽ മാത്രമേ അതുവഴി ആളുകൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക്. ഇപ്പൊ നിലവിലുള്ള നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ഫൈനൽ ആവണം. ഒന്നിൽ കോടതി മാത്രമുള്ള സെറ്റിൽമെന്റ്, കേസൊന്നും കൊടുക്കണമെന്നില്ല. അതേ ഫോർമുലയിൽ നിങ്ങളെ ഞങ്ങൾ സെറ്റിൽ ചെയ്ത് തരാം. നിങ്ങൾ കോടതി പോകണമെന്നില്ല. നിങ്ങൾക്ക് അല്ലാതെ തന്നെ നമ്മൾ സെറ്റിൽമെന്റ് ചെയ്ത് തരാം. അത് ഒരു എത്ര മാസം ആവുമ്പോൾ? അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് മുക്താർ ജ്വല്ലറി ഗ്രൂപ്പിന്റെ ഒരു പ്രവർത്തനം ഒരു 90 days മുതൽ നമ്മളൊരു ഈ കടയുടെ തുടങ്ങി 30 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴേക്കും നമ്മൾ എല്ലാ കടകളും ഓപ്പറേറ്റബിൾ ആവും, മുക്താറും ഓപ്പറേറ്റബിൾ ആവും. അപ്പൊ അതിന്റെ കൂടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഒരു കട തുറന്നൊരു 3 മാസം കൊണ്ട് ഒരു 10% വെച്ച് ഒരു വർഷം 30% വെച്ചിട്ട് അങ്ങനെ 3 വർഷം കൊണ്ട് മുഴുവൻ തുകയും തരാന്നുള്ളതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ LLPക്കും കേസിനും പോവാത്തവർക്ക്
LLP നിൽക്കുന്നവർ അവർ ഇന്നേനെ സെറ്റിൽ ആയി കഴിഞ്ഞു. അവർക്ക് എത്രയും പെട്ടെന്ന് അവർക്ക് പ്രോഫിറ്റും കിട്ടി തുടങ്ങും. അവർക്ക് സറണ്ടർ ചെയ്ത് വാങ്ങാനും പറ്റും. 6 മാസം കഴിയുമ്പോൾ നമ്മളൊരു പാർട്ട്നേഴ്സിനെ ഏതെങ്കിലും ഒരു പുതിയ പണം മേടിക്കാൻ പറ്റും. അല്ലാത്ത സെറ്റിൽമെന്റ് വർക്ക് നമ്മൾ ഘട്ടം ഘട്ടമായിട്ടാണ് ബാങ്ക് വഴി കൊടുക്കുന്നത്. അതിന് കുറെ ഉസൂലുകൾ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇൻകം ടാക്സിന്റെ ക്ലിയറൻസ് അതൊക്കെ 100% കൊടുത്തിരിക്കും. പിന്നെ അതുപോലെ ഭായി വേറൊരു സംശയം, നമ്മളെ പൊതുവിൽ ജനങ്ങളെ സംശയമാണ്, അത് നമ്മളോട് ഉണ്ട്. പിന്നെ ഈ കേസ് മരവിപ്പിച്ചിട്ട് LLP ചേരാൻ പറ്റുമോ എന്നൊരു സംശയം വന്നിട്ടുണ്ട്. അതായത് കേസ് ഇപ്പൊ നിലവിലുള്ളവര് കേസ് കൊടുത്തിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ ഞാൻ പോയി സാധനം ബുക്ക് ചെയ്തു. ഇദ്ദേഹത്തിന്റെ പോയപ്പോ ഇദ്ദേഹത്തിന്റെ കടയിൽ സാധനമില്ല, കട അടച്ചു പോയി. കട അടയ്ക്കുന്നത് അക്കൗണ്ട് ഫ്രീസ് ജനുവരി 8 മുതൽ അക്കൗണ്ട് ഫ്രീസ്, തുടരെയുള്ള അന്വേഷണ കമ്മീഷനെല്ലാം വന്നിട്ട് അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. സപ്ലൈസിനെല്ലാം പിടിച്ച് റെയ്ഡ് ചെയ്തപ്പോ എനിക്ക് സാധനം കിട്ടാനോ വാങ്ങിക്കാനോ വിൽക്കാനോ പറ്റിയില്ല. കടയിൽ നിന്ന് പ്രൊട്ടസ്റ്റ് ചെയ്ത സാധനം എടുത്തു കൊടുത്തു. അപ്പൊ നമുക്കിനി ഇപ്പൊ എന്തുകൊണ്ടാണ് എനിക്ക് ഡിഫോൾട്ട് ആയിട്ട് കാര്യം ഇതാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇനി എനിക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുന്ന കോടതി ചോദിക്കും. അപ്പൊ എനിക്ക് പറയാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഞാൻ LLP ക്യാൻസൽ ചെയ്ത് എല്ലാവരും പാർട്ണറാക്കി കടയിൽ ബിസിനസ് അടക്കം നമ്മുടെ ലാഭം കൊടുത്തുകൊണ്ട് മുതൽ അവർക്ക് വിറ്റെടുത്തോളൂ. രണ്ടാമത്തെ ഓപ്ഷൻ 36 മാസമായിട്ട് ഞാൻ ഇവർക്ക് ഘട്ടം ഘട്ടമായിട്ട് ഇവരെ പൈസ കൊടുക്കാം. അത് ഈ മുക്തറിന് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അവർ എനിക്ക് തുറന്നു തരണം. അത് മറ്റേ ആവശ്യപ്പെട്ട് കോടതിയിൽ ഞാൻ ഫയൽ മൂവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ നിലവിലുള്ള സംഭവം. അപ്പൊ അവർ എങ്ങനെ ഏത് കോടതിയിൽ അവസാനം ചോദിക്കുന്നത് പൈസ എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള ഒരു ഫോർമുല നമ്മൾ ആദ്യമേ കണ്ടെത്തി നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് തവക്കൽ ചെയ്തുകൊണ്ട് ഹയറും ഷർറും മീനല്ല, നിങ്ങൾ അതിന് നിങ്ങൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഹയർ ആയതേ വരുള്ളൂ. അത് 100% ഞാൻ ഗ്യാരണ്ടി തരാം. എന്റെ ഇതുവരെയുള്ള അനുഭവം വെച്ചുകൊണ്ട് അല്ലാവിന് പ്രത്യേക സഹായമുള്ള ഒരു സ്ഥാപനമാണ്. അതിന് നിങ്ങൾക്ക് ഞാൻ നമ്മൾ തമ്മിലുള്ള ആ ബന്ധം കൊണ്ട്, അതായത് വർഷങ്ങൾ കൊണ്ട് നമ്മൾ തമ്മിലുള്ള ആ ബന്ധം കൊണ്ട്, കാരണം ആദ്യം മുതലേ കൊല്ലത്ത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഭായിയുടെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പം ഈ എല്ലാവർക്കും വേണ്ടി എന്റെ ഒരു അഭിപ്രായം പറയുന്നത്, നമ്മൾ ഈ കുറഞ്ഞ തുക ഇട്ടവര്, അതായത് 10 ലക്ഷത്തിന് താഴോട്ടിട്ട പാവങ്ങളാണ്, സാധുക്കൾ ഒത്തിരി പേരുണ്ട്. അത് ഞാൻ ഭായിയുടെ നിരന്തരം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവർക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് കുറച്ച് പൈസയെങ്കിലും കൊടുക്കത്തക്ക രീതിയിൽ ഒരു സമാനം. പലരും മക്കളെ കല്യാണം, ആശുപത്രി, എന്നെ പലരും ധനപ്രതി, ഞാൻ വായിടെ പറഞ്ഞില്ല, ഒത്തിരി പറഞ്ഞില്ല. നമുക്ക് ഇപ്പൊ 2 ഫോർമുലയാണ്. ഇതിൽ ഞാൻ പറഞ്ഞില്ല, കുറെ കസ്റ്റമർ 5 ലക്ഷത്തിന് നമുക്ക് ആകെ 5-10 ബുക്കിംഗ് ആണ് മാക്സിമം ഉള്ളത്. ഏറ്റവും കൂടുതൽ അതിൽ ഫുൾ ആരുമില്ല. വളരെ തുച്ഛമായ പാർട്ടിയിലേ ഉള്ളൂ ഈ 50-75 ഒക്കെ ഇട്ടിട്ടുള്ളത്. അല്ലാതുള്ളതെല്ലാം ചെറിയ കേസുകളേ ഉള്ളൂ. അതിൽ ഭൂരിഭാഗം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. കുറച്ച് ഈ കസ്റ്റമറുമായിട്ട് ബന്ധമില്ലാത്ത കുറെ ആളുകളെ ചെന്ന് ഈ രോഗികളെയൊക്കെ പിടിച്ചൊന്നും ചേർത്ത് നമ്മൾ അറിവില്ലത് നമ്മളത് റിജക്ട് ചെയ്തിട്ടുള്ള കേസാണ്. ഞാൻ ഒരിടത്തിൽ അപ്രൂവൽ കൊടുക്കാത്ത കേസാണ്. എന്നിട്ട് ഈ രോഗികളെ നിന്നൊക്കെ ഇവരെ കമ്മീഷനും അതും ഇതൊക്കെ ആലോചിച്ച് കൊണ്ടിട്ടിട്ടുണ്ട് കുറച്ച് പേര്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കട തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാ രീതിയിലും ഇവർക്കെല്ലാം കൊടുക്കാൻ പറ്റും. ഇപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഓൺലൈനായിട്ട് ഞാൻ തുടങ്ങി. ഇനിയിപ്പോ കുറച്ച് സമയം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇവരെല്ലാം ഞാൻ അങ്ങോട്ട് വിളിച്ച് കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു ആഗ്രഹമുള്ള മനുഷ്യനാണ്. അപ്പൊ ആ ഒരു നിയത്തിൽ നമ്മൾ ആരുടെയും പൈസ പോകരുത് എന്നുള്ള ഒരു ലക്ഷ്യം എന്റെ മുന്നിലുണ്ട്. അപ്പൊ അതിനോട് വർക്ക് ചെയ്യാണ്. അതുപോലെ ഒരു കാര്യമായി മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ വായിട്ട് നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഈ ഏജന്റന്മാരാ കൃത്യമായിട്ടും ഫോൺ ഈ കസ്റ്റമർ വിളിക്കുമ്പം കൃത്യമായിട്ടും എടുക്കുകയും അവർക്കൊരു മറുപടി. ഇപ്പൊ ഞാനും സുമിത്തും കൊല്ലത്തെ ഈ കസ്റ്റമേഴ്സിന്റെ അടുത്ത് എല്ലാം മറുപടി, ഒരു ദിവസം ചുരുങ്ങിയത് 600-700 ഫോൺ കോളാണ് വരുന്നത്. ഞാനും സുമിത്തും ഇത് പറഞ്ഞ് മറുപടി പറഞ്ഞ് മടുത്ത്. അപ്പൊ കസ്റ്റമേഴ്സിനെ കൃത്യമായിട്ട് ഏജന്റന്മാർ എടുക്കണം. നമ്മൾ നിലവിലുള്ള സ്റ്റാഫുകളെല്ലാം ഭീഷണികൾ കാരണം പലരും പല ജോലികൾക്ക് പോയി നമ്മുടെ നാട്ടിൽ തന്നെ. ഇപ്പൊ നിലവിൽ ഭുക്താൽ വളരെ കുറച്ച് സ്റ്റാഫുകളെ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കസ്റ്റമർ കെയർ വെക്കണം. അത് വെക്കാം. നിലവില് മുക്താർ ജ്വല്ലറിക്ക് നമുക്ക് ആൾറെഡി കസ്റ്റമർ കെയർ വെച്ചാല് അതാണ് ഏറ്റവും ബെറ്റർ. നമുക്കിപ്പോ ഒരു കസ്റ്റമർ സെറ്റിൽമെന്റ് ഉണ്ട്. 10-700 കസ്റ്റമറെ നമ്മൾ സോർട്ട് ചെയ്ത് അവരെല്ലാം സെറ്റ് ആക്കി ലൈനപ്പ് ആക്കി നിർത്തിയിരിക്കുകയാണ്. ഇപ്പൊ കുറച്ച് പേരെ കൂടെ ഇനി കിട്ടാനുള്ളൂ. അത് നമ്മൾ കണ്ടെത്തി നമുക്ക് ആൾറെഡി ഒരു വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അധികം പബ്ലിസിറ്റി ഇല്ലാതെ തന്നെ കസ്റ്റമറെ വിളിച്ച് നേരിട്ട് സംസാരിച്ചുകൊണ്ട് നമ്മൾ സെറ്റിൽ ചെയ്തിരിക്കും. എല്ലാ ജില്ലാ അടിസ്ഥാനത്തിലും അതാത് മാനേജർമാരെ വെച്ച് റീ ഓപ്പണിംഗ് ടീം ഉണ്ട് നമുക്ക് നിലവിൽ. അപ്രകാരം നമ്മൾ നിറയെ കസ്റ്റമറെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. ആ ഒരു കോൺഫിഡൻസിലാണ് നമ്മൾ അടുത്ത ലെവലിലേക്ക് വന്നത്. അല്ല എന്നാലും നമുക്ക് അവരുമായിട്ട് സംസാരിച്ച് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അല്ല ഭായി, എന്നാലും അതല്ല, നമുക്കൊരു കസ്റ്റമർ കെയർ കൊല്ലത്തിനൊന്ന്, തിരുവനന്തപുരത്തിനൊന്ന്, അങ്ങനെ ഒരു കസ്റ്റമർ കെയർ എടുത്ത് ഒരു നമ്പർ കൊടുത്തിട്ട് ഏതെങ്കിലും 1-2 സ്റ്റാഫുകൾ ഇങ്ങനെ, അതായത് കസ്റ്റമർ വിളിച്ച് അവരെ സംശയങ്ങൾ തീർക്കാൻ സ്റ്റാഫുകളുണ്ട്. ഇപ്പൊ അവരെ സംശയങ്ങൾ പലതും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ ജില്ലാ അടിസ്ഥാനത്തിൽ സ്ഥാപനം ഇപ്പൊ തന്നെ ഈ കട തുറന്നിരിക്കുന്നത് ഇതിൽ ഇവിടെ വരുന്ന കസ്റ്റമറെ അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. രണ്ടാമത് ഓരോ സ്ഥാപനങ്ങളും നമ്മൾ തുറക്കുന്നതനുസരിച്ച് ആ ജില്ലകളിൽ ചെയ്യാൻ പറ്റും. നമ്മൾ മുൻകൂർ ഓരോ സ്റ്റാഫുകളെ കൊടുത്തിട്ടുണ്ട് അവിടെ. അതായത് ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ അവർക്ക് അവിടുത്തെ കോൺടാക്ട് നമ്പർ കൊടുക്കാറുണ്ട്. കൊല്ലത്തെ കരുനാപ്പള്ളിയിലൊക്കെ മാനേജർമാർക്ക് ഞാൻ നമ്പർ കൊടുക്കാറുണ്ട്. അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ അവർ നേരിട്ട് തന്നെ വിളിക്കാറുണ്ട്. അപ്പൊ എല്ലാ കസ്റ്റമറുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞ ടോപ്പ് ഓഫ് ദാറ്റ് നമ്മൾ കൂടുതൽ സർവീസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, പ്രൊഫഷണൽ ആയിട്ട് ആളെ വെക്കാൻ പറ്റും. ഇതെല്ലാം വരും ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോ കൊല്ലത്ത് പിന്നെ ഇപ്പൊ സമീറുണ്ട്, സബീറും ഉണ്ട്. എന്നാലും ഈ കൂടുതൽ കോള് നമുക്കാണ് വരുന്നത്. നമ്മളിങ്ങനെ പറഞ്ഞാലും നമ്മളെ ആൾക്കാർക്ക് വിശ്വാസം വേണ്ടേ.
പിന്നെ അതുപോലെ കുറച്ചുകൂടെ ഒന്ന് അപ്ഡേറ്റ് ആവണം പിന്നെ ഭായി. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കടകളെ നമ്മൾ വന്ന് കണ്ടാല് ഈ ജനങ്ങൾക്ക് തോന്നണം. ഇതിപ്പോ തൽക്കാലം ഈ പറഞ്ഞ കണക്ക് ഇപ്പം സാധനങ്ങൾ വന്നില്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് നമ്മൾ ചെയ്തു. അതെ അടുത്ത ലെവലിൽ ഞാൻ ഇനി ബിസിനസ്സിലേക്ക് ഇറങ്ങാണ്. ഇപ്പൊ തന്നെ എനിക്ക് കുറെ കോളുകളുണ്ട്, കസ്റ്റമേഴ്സുമായിട്ടുള്ള ഡീലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യം ഈ സാധനങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയാണ്. ഒരു സൈഡിൽ കൂടെ കസ്റ്റമർ സെറ്റിൽമെന്റ് നമ്മൾ ചെയ്യും, അതിന്റെ കൂടെ നമ്മൾ കച്ചവടം ചെയ്യും. അങ്ങനെ ക്രമേണ ഇതെല്ലാം നമ്മൾ സോൾവ് ചെയ്തെടുക്കും ഇൻഷാല്ലാ. എല്ലാവരും ദുആ വേണം. അല്ല ഇൻഷാല്ലാ ഇന്നിപ്പോ ഇവിടെ വന്നിരിക്കുന്ന നമ്മളിപ്പോ കൊല്ലത്തുനിന്ന് ബായി വിളിച്ച് പറഞ്ഞതാണ് ഞാൻ സമയത്ത് വന്നത്. പക്ഷെ ഈ ഇവിടെ ഇരിക്കുന്നവരെല്ലാം നല്ല പോസിറ്റീവായിട്ട് അവർക്കൊക്കെ എല്ലാവർക്കും ആവശ്യം പൈസ കിട്ടുക എന്നുള്ളതാണ്. പ്രശ്നം ഉണ്ടാക്കുന്നവരാരും ഇല്ല. പിന്നെ ഈ മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോഴാണ് പലരെയും ഹോസ്പിറ്റൽ കേസൊക്കെ മുടങ്ങുമ്പോൾ എന്തെങ്കിലും പറയുന്നു എന്നുള്ളതാണ്. അല്ലാതെ ആരും നിങ്ങളെ സ്ഥാപനം മുടക്കാൻ വേണ്ടി ആരും തയ്യാറല്ല. നിങ്ങളെ സ്ഥാപനം ഓപ്പൺ ചെയ്യുന്നതിന് ആരും പ്രതികൂലമല്ല. എല്ലാവർക്കും ഈ പൈസ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഘടകമാണ് ബൈ. കാരണം അത് നിങ്ങൾ അതെല്ലാം ചെയ്യും. നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ ഒരു കാര്യം കേട്ടാ ബൈ. അല്ല ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം, അതായത് നമുക്ക് ഈ ചെറിയ തുക ഇട്ടവർക്ക് ഈ കിടപ്പ് രോഗികളൊക്കെ ഉണ്ട്, അത് നമുക്കൊന്ന് സ്പീഡപ്പ് ആക്കി കുറച്ച് പേർക്കെങ്കിലും ഒന്ന് കൊടുക്കും. അത് ഞാനും സുമിത്തും കൂടെ നമ്മളെ കൊല്ലത്തിന്റെ ഒരു ലിസ്റ്റ് തരാം. കൊല്ലത്ത് നമുക്ക് ഈ ആഴ്ച ഒന്ന് സൂം മീറ്റിംഗ് തുടങ്ങിയാലോ? നമ്മൾ പിന്നെ വിളിക്കാം. കേട്ടല്ലോ, ഇത് സമയദൈർഘ്യം ഇത്തിരി കൂടുതലാണെങ്കിലും ഈ ബിസിനസ് മാനേജ്മെൻറ്റ് മോഡൽ, കോർപ്പറേറ്റ് മോഡൽ, ഷെയർ ഹോൾഡിംഗ് മോഡൽ, പിന്നെന്തൊക്കെയാ അങ്ങനെയൊക്കെയുള്ള വിവിധങ്ങളായ ബിസിനസ് സംഗതികളൊക്കെ ചെയ്യുമ്പോൾ ഈ തൊപ്പിയും ദീക്ഷയും ഒക്കെ വെച്ചുകൊണ്ട് നടന്ന് ആളുകളെ പറ്റിക്കാൻ വായിൽ നാക്കുണ്ടെങ്കിൽ സാധിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ മോഡൽ. ഈ മോഡൽ കേട്ടതിൽ നിന്ന് മനസ്സിലാക്കിയവർ അയച്ചു തരികയും മനസ്സിലാകാത്തവർ ബിസിനസ് നടത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുകയും വേണം. എന്താണെന്നറിയോ, കാശിനോട് കൊതി കൊണ്ടും ആർത്തി കൊണ്ടും എവിടെങ്കിലും കൊണ്ടിട്ട് വിളയിക്കാൻ നിൽക്കുന്നവർക്കും ഏതെങ്കിലും ഒരു കള്ളൻ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവന് കൊണ്ട് വെച്ചു കൊടുക്കുന്നവർക്കും ഇനിയെങ്കിലും എവൻ്റെ ഈ മോഡൽ ഉപകാരപ്പെടും. അതുകൊണ്ടാണ്